അങ്ങനെ നമ്മളുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ട്രാക്കിലായി വന്നപ്പോഴേക്ക് നമ്മളുടെ ഓൺ എക്സാമിങ് എത്തിയില്ലേ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ മാത്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ചാപ്റ്റർ? താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ തന്നെയാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിലെ എക്സാം ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴേ അങ്ങ് തരാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പൊട്ടൻ ചാപ്റ്റർ ആണിത്, ഇതൊന്നും പഠിക്കണ്ട, ഇതിൽ നിന്നൊന്നും ഒന്നും വരാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നല്ലോണം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഓൺ എക്സാമിന് ഇത് പറയുന്നത്. നമുക്ക് ഒരു 1/4 ഭാഗം ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ നിന്ന് എന്തായാലും ഷുവർ ആണ് വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങളിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ല, ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എന്തായാലും മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ണുപൂട്ടി പഠിച്ചു വെച്ചോ. ഇതെന്തായാലും ഷുവർ ആയിട്ടും മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ. നമ്മൾ ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാൻ പോവാണ്. അതായത് നമുക്ക് 12, 13, 14 അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് 2 നമ്പർ ആക്കി എഴുതാം, 2 നമ്പേഴ്സിന്റെ സമ്മാക്കി എഴുതാം. അതെങ്ങനെയാന്നല്ലേ, 12 എന്ന് പറയുന്നത് 10 + 2, 13 എന്ന് പറയുമ്പോൾ 10 + 3, 14 എന്ന് പറയുമ്പോൾ 10 + 4. അങ്ങനെയെങ്കിൽ 23 എങ്ങനെയായിരിക്കും? 20 + 3. 35 എങ്ങനെയായിരിക്കും? 30 + 5. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് എന്തിനാ ഇതൊക്കെ പറഞ്ഞിരുന്നതെന്ന്. എന്താന്നല്ലേ, ഇതാ നോക്കിയടാ, ഇതുപോലെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. 53ന്റെ സ്ക്വയർ എത്ര? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 53 × 53 ഒക്കെ ചെയ്യാൻ പോകും. നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 53നെ എങ്ങനെ ചെയ്യടാ? 50 + 3 എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ മിസ് പറഞ്ഞ പോലെ 50 + 3 എന്ന് എഴുതും. എന്നിട്ട് ഇവന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണുക. ഓക്കെ, 50 + 3ന്റെ സ്ക്വയർ ആ കാണുക. എങ്ങനെയാന്നല്ലേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 50ന്റെ സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ നമ്പർ എന്താണ്? 50 ആണ്. രണ്ടാമത്തെ നമ്പർ എത്രയാണ്? 3 ആണ്. അതെഴുതുന്നു. അതിനോട് എന്ത് കൂട്ടുക? രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ. ഒന്ന് കൂട്ടി നോക്കിയേ. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം 0 വരുന്ന നമ്പറിന്റെ സ്ക്വയർ കാണാൻ ഒരു പണിയും ഇല്ല. അതായത് ആദ്യത്തെ നമ്പർ എടുത്തു നോക്കുക. 5 എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ 25 ആണ് അല്ലെ. ഒരു 0 ആണെങ്കിൽ അതിന്റെ ഡബിൾ 0 ഇട്ട് കൊടുക്കുക. അതായത് 2 zeros. സിമ്പിൾ അല്ലേ? അതിനോട് എന്ത് കൂട്ടുന്നു? 2 × 5 എത്രയാണ്? 10 ആണ് അല്ലെ. 10 × 3 എന്ത് വരും? 30 വരും. പ്ലസ് 3ന്റെ സ്ക്വയർ 9. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആൻസർ? 2539 ആയിരിക്കും ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യം അല്ലേ? നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോടാ, അത് പറയുന്നതിന് മുന്നേടാ നമ്മളുടെ ഓൺ എക്സാം ഇങ്ങ് എത്തിക്കഴിയാണ് അല്ലെ. ഇങ്ങ് എത്തിയെന്ന് തന്നെ പറയാം. ഇതാ എത്തിക്കഴിഞ്ഞു, നാവിന്റെ തുമ്പത്തെത്തി. ഇനിയും പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു നിൽക്കാനുള്ള ഒരു സമയം നമ്മളുടെ മുന്നിൽ ബാക്കിയില്ല. ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണടാ. നമ്മളുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ബേസിക് മുതലേ പഠിക്കണം, ബേസ് മുതലേ എനിക്ക് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ചാൻസ്. ഇപ്പോഴും നമ്മളുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3999ന്റെ ബാച്ച് 2999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇനി കാത്തിരിക്കാൻ നമുക്ക് സമയമല്ല. നമുക്ക് പിന്നെ എന്ന് വിചാരിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് കഴിയാൻ പറ്റുള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിന്റെ മുകളിൽ ഉണ്ടാവും, മറക്കണ്ട. യെസ്, അങ്ങനെയെങ്കിൽ നോക്ക്, 35ന്റെ സ്ക്വയർ നേരത്തതുപോലെ തന്നെ കാണാം അല്ലെ. ഇത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇത് എത്രയാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഇത് നോക്കിയേ, ഇനി കുറച്ചുകൂടി ഒരു വലിയ പ്രോബ്ലം ചെയ്ത് തരാൻ പോവാണ്. 1.5ന്റെ സ്ക്വയർ എങ്ങനെയാ കാണാം? നമുക്കറിയാം 23, 24, 25 ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാം അല്ലെ. 20 + 4, 20 + 3, 53 ആണെങ്കിൽ 50 + 3 അങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. 1.5ന്റെ സ്ക്വയർ ആണെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പൂർണ്ണസംഖ്യ ഈ പോയിന്റിന്റെ മുന്നേ ഉള്ള ഇവനെ എഴുതുന്നു. ഇവനെ കൊണ്ട് ആരെ കൂട്ടുന്നു? 0.5നെ കൂട്ടുന്നു. 0.5 എന്ന് പറയുമ്പോൾ മുന്നേ ആരും ഇല്ലെങ്കിൽ 0.5 എന്ന് ഇടുന്നു. ഓക്കെ, 0.5 ഇവന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണുക. എങ്ങനെയായിരിക്കും? നേരത്തെ കണ്ടതുപോലെ തന്നെ 1ന്റെ സ്ക്വയർ പ്ലസ് 2 × ഒന്നാമത്തെ നമ്പർ എന്താണ്? ഒന്നാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലെ. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 0.5. ഓക്കെ, ഇത് എഴുതുന്നു. പ്ലസ് 0.5ന്റെ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഇനി മക്കളൊന്ന് കണ്ടു നോക്കിയടാ. സിമ്പിൾ കാര്യമാണ്. 1ന്റെ സ്ക്വയർ 1 ആണ് അല്ലെ. 2 × 1 എത്രയാണ്? 2 ആണ്. 2 × 0.5 എത്രയാണ്? നിങ്ങൾ വിചാരിക്കും കുറേ ചെയ്യാനുണ്ടല്ലോ എന്ന്. ഇവിടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഏത് നമ്പർ എടുത്താലും 25, 26, 27, 28, 29, 30 അങ്ങനെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആ നമ്പറിന്റെ പകുതിയാണ് കേട്ടോ കിട്ടുക. എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണടാ. നിങ്ങൾ വെറുതെ ഇത് കുറേ ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് പകുതി എടുത്താൽ മതി. 2ന്റെ പകുതി എത്രയാണ്? 1. അതായിരിക്കും 2നെ 0.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2ന്റെ
പകുതി 24 0.5 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 24 പകുതി 12 ആയിരിക്കും. പ്ലസ് 0.5 സ്ക്വയർ. 0.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.5 × 0.5 അല്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ടൊന്ന് ഗുണിച്ചു നോക്കുക. 5 × 5 എത്രയാ? നമുക്കറിയാം അല്ലെ, 25 ആണ്. അത് തന്നെ ആയിരിക്കും ഇവിടെ ഈ ആൻസർ. പക്ഷെ എന്താ മാറ്റം ഉണ്ടാവുക? നമുക്കൊരു പോയിന്റ് ഇടണം അല്ലെ, പോയിന്റ് ഇടണം. പക്ഷെ എവിടെ പോയിന്റ് ഇടണ്ട? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടാന്ന് നോക്കുക നമ്മളുടെ ക്വസ്റ്റ്യനിൽ. അതായത് ഇവിടെ ഒരു നമ്പറും ഉണ്ട്, ഇവിടെ ഒരു നമ്പറും ഉണ്ട്. അതായത് 2 നമ്പർ. അപ്പൊ 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. 0.25 ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയാം, 0.25 ആയിരിക്കും. ഓക്കെ, 0.25. ഇവന്മാരെ കൂട്ടാൻ നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാ കൂട്ടുക? 1 1. ഇതാ നോക്ക്, 0.25 ആണെങ്കിൽ 0 ഇതിന്റെ താഴെ എഴുതുള്ളൂ, പോയിന്റിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതായത് 0.25 ഇങ്ങനെയാ കൂട്ടുക. അതായത് 5 2 പോയിന്റ് ഇടുന്നു, 1 1 2 2.25 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ ഇനി വെറുതെ സമയം കളയരുത്. 0.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ എഴുതിയിട്ട് 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി, നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അതുപോലെ 0.5 കൊണ്ട് ഏതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമ്പറിന്റെ പകുതിയാണ് കിട്ടുക എന്നുള്ളതും നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, കുറച്ചുകൂടി ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. 1.25 സ്ക്വയർ ആണ്. 1.25 സ്ക്വയർ ആണ്. ഇതെങ്ങനെയായിരിക്കും എഴുതുക? 1.25 സ്ക്വയർ നമ്മൾ എഴുതിയ പോലെ തന്നെ ഈ പോയിന്റിന്റെ മുന്നുള്ള 1 ആദ്യം എഴുതുന്നു, 0.25 അടുത്ത് എഴുതുന്നു 0.25. ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, എങ്ങനെയാ ചെയ്യാ? 1 സ്ക്വയർ പ്ലസ് 2 × ഒന്നാമത്തെ നമ്പർ × രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ അല്ലേ? യെസ്. ഇനി നോക്കിയടാ, 1 സ്ക്വയർ എത്രയാ? 1 ആണ്. പ്ലസ് 2 × നോക്കിയേ, 2 × 1 × 0.5 0.25. 2 × 1 എത്രയാണ്? 2 ആണ് അല്ലേ? 2 × 0.25 എത്രയാണ്? ഞാൻ ഒരു കാര്യം പറഞ്ഞേ, 0.5 കൊണ്ട് ഏത് നമ്പർ ഗുണിച്ചാലും ആ നമ്പറിന്റെ പകുതിയാണ് കിട്ടുക. അങ്ങനെയെങ്കിൽ 0.25 കൊണ്ട് ഏതെങ്കിലും നമ്പർ ഗുണിക്കുമ്പം എന്തെങ്കിലും പ്രത്യേകത അവിടെ ഉണ്ടോ? അതായത് 0.25 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ന് പറയുമ്പം 2ന്റെ പകുതി എത്രയാണ്? 1 ആണ് അല്ലേ? 1ന്റെ പകുതി എത്രയാണ്? 0.5 ആണ് അല്ലേ? അപ്പൊ 0.5 കൊണ്ട് ഗുണിക്കുമ്പം അതിന്റെ പകുതിയാണ് കിട്ടുക. 0.25 കൊണ്ട് ഗുണിക്കുമ്പം ഈ നമ്പറിനെ പിന്നെയും പകുതിയാക്കുക, 0.5 ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരികയാണ്, ഒരു 6ന്റെ 0.5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? അതിന്റെ പകുതി 3 കിട്ടും. 3നെ 0.25 നമ്മൾ 0.25 കൊണ്ടാണ് 6നെ ഗുണിക്കുന്നത് എങ്കിൽ എന്ത് കിട്ടും? ഇതിന്റെയും പകുതി, 3ന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1.5 ആയിരിക്കും. 6നെ 0.5 കൊണ്ട് ഗുണിച്ചാൽ 3, 0.25 കൊണ്ട് ഗുണിച്ചാൽ 1.5. ഇത് മറക്കരുത് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വെറുതെ ഒഴിവാക്കി വിടണ്ട. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്ക്, 0.25 സ്ക്വയർ. ഇനി അടുത്ത് എന്താണ്? 0.25 സ്ക്വയർ കാണാന്നുള്ളത്. 0.25 സ്ക്വയർ, അതായത് 0.25 × 0.25. നമ്മൾ എന്ത് ചെയ്താൽ മതി? 25 × 25 കണ്ടു നോക്കിയാൽ മതി അല്ലേ? 25 × 25 എന്താണ്? ഒരു കാര്യം പറഞ്ഞിട്ടെ, അവസാനം 0 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എന്താണെന്നറിയോ? അവസാനം 0 വരുന്ന നമ്പേഴ്സിന്റെ 0 അല്ല, അവസാനം 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, 25. അത് അവസാനത്തിൽ ഞാൻ എഴുതിയേ. ഇനി ഈ 2ന് എന്ത് ചെയ്യുക? അടുത്ത നമ്പർ കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6, 625 ആയിരിക്കും ആൻസർ. വേറെ ഒന്നുകൂടെ മിസ് ചെയ്തുതരാം. ഒരു 75ന്റെ സ്ക്വയർ, വലിയ നമ്പർ. അപ്പോൾ 5ന്റെ സ്ക്വയർ 25 അവസാനത്തിൽ എഴുതി. 7ന് അടുത്ത നമ്പർ ആയിട്ടുള്ള 8 കൊണ്ട് ഗുണിച്ചു. 7 8 എത്രയാണ്? 8 5 40, 8 6 48, 8 7 56, 5625 ആയിരിക്കും ആൻസർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു 45ന്റെ സ്ക്വയർ എത്രയാണ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ ഇതുപോലെ കുറേ ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഹനീന മിസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഫോളോ ചെയ്തോ. മിസ് എല്ലാം അതിൽ ട്രിക്സ് എല്ലാം അതിൽ പറയുന്നുണ്ട്. യെസ്, അടുത്ത നോക്കിയടാ. ഇനി 0.25ന്റെ സ്ക്വയർ. അപ്പൊ 25ന്റെ സ്ക്വയർ നമുക്കറിയാം 625 ആണ്. അപ്പൊ ഇതും 625 തന്നെയായിരിക്കും. പക്ഷെ എന്താണ് മാറ്റം? 4 നമ്പർ ഉണ്ട് അല്ലേ പോയിന്റിന് ശേഷം. അപ്പൊ 4 നമ്പർ മാറ്റിയിട്ട് 3 നമ്പറേ ഉള്ളൂ. അപ്പൊ ഒരു നമ്പറിന് പകരം 0 ഇട്ട് കൊടുത്തു. അപ്പൊ 4 നമ്പർ മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു, 0.0625. ഇനി ഇവന്മാരെ കൂട്ടിയൊക്കെ 1.5 0.0625. എന്താ വരിക? 5 ഉണ്ടാവും, 2 ഉണ്ടാവും, 6 ഉണ്ടാവും, 5 ഉണ്ടാവും,
1 ഉണ്ടാവും. 1.5625 ആയിരിക്കും ആൻസർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? 3.25ന്റെ സ്ക്വയർ. നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞോടാ. ഈ ചാപ്റ്ററിൽ ഇതേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തോ. നിങ്ങൾ അവരോട് പറഞ്ഞേക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിലടാ നമ്മളുടെ ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ ഓൺ എക്സാം കളറാക്കാൻ, സെറ്റാക്കാൻ ഫ്രീ മെറ്റീരിയൽസും ഫ്രീ PYQസും എല്ലാ ക്ലാസ്സസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. എടാ വെറുതെ ഒഴിവാക്കി വിടണ്ട, ഫ്രീ ആണെടാ. നിങ്ങൾക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. നിങ്ങൾ പഠിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോ. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും ഒക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടോ. സെറ്റാക്കാം, അടിപൊളിയാക്കാം, കളറാക്കാം. ദെൻ ബൈ.